പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ച. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പ്രശ്നമുണ്ടായിരുന്ന മേഖലയായിരുന്നു കാർഷിക മേഖല. അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായിരുന്നു പരമ്പരാഗത വ്യവസായങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പരമ്പരാഗതമായിട്ട് ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരുന്ന കരകൗശല വ്യവസായം. ഒരു കാലത്ത് ലോകമെങ്ങും പ്രശസ്തമായിരുന്ന ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ച സംബന്ധിച്ച് ഇന്ത്യയിലെ ഗവർണർ ജനറലായിരുന്ന വില്യം ബെൻഡിക് പ്രഭു നടത്തിയ നിരീക്ഷണമാണ് മുകളിൽ നൽകിയത്. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. പരുത്തി നെയ്ത്തുകാരെന്ന് പറഞ്ഞാൽ പരുത്തി കൃഷി ചെയ്യുന്ന ആളുകളില്ലേ, അവർ ഇന്ത്യൻ സമതലങ്ങളിൽ എന്ത് ചെയ്യാണ്, മറ്റ് കൃഷികൾ ചെയ്ത ഒരവസ്ഥ വരികയാണ് കേട്ടോ. നമുക്ക് നോക്കാം എന്താണ്. ബ്രിട്ടീഷ് നയങ്ങൾ ഇന്ത്യൻ കാർഷിക രംഗത്തെ മാത്രമല്ല കരകൗശല വ്യവസായത്തെയും പൂർണ്ണമായി നശിപ്പിച്ചു കളഞ്ഞു. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? യന്ത്രനിർമ്മിത ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്താണ് ഇന്ത്യൻ തുണി വ്യവസായത്തിന് നാശത്തിന് കാരണം. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ അവരുടെ രാജ്യത്തിൽ യന്ത്രങ്ങൾ കൊണ്ട് നിർമ്മിച്ച തുണിത്തരങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. അതോടുകൂടിയിട്ട് ഇന്ത്യയിലെ ആളുകൾ അവരുടെ ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് വാങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇന്ത്യയിലെ തുണിത്തരങ്ങൾക്ക് ഡിമാൻഡ് കുറഞ്ഞു, ആവശ്യക്കാർ കുറഞ്ഞു. ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവന്ന യന്ത്രനിർമ്മിതമായ തുണികൾക്ക് വില